കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത. പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുള്ളത് പോലീസിനെ കുഴയ്ക്കുന്നു. വിദേശ മദ്യം ബൈക്കിൽ കൊണ്ട് നടന്ന് വിൽപ്പന നടത്തുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് അറസ്റ്റ് ചെയ്തു. പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസ് ആണ് അറസ്റ്റിലായത്. മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച ബോട്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. എറണാകുളം സ്വദേശി അഷ്കറിന്റെ ഉടമസ്ഥതയിലുള്ള സിത്താര ബോട്ടാണ് പിടിച്ചെടുത്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത. സംഭവവുമായി ബന്ധപ്പെട്ട് പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുള്ളത് പോലീസിനെ കുഴയ്ക്കുകയാണ്. ഇരിഞ്ഞാലക്കുട കാട്ടുങ്ങച്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകിനെയാണ് 2 കാറുകളിലായി എത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രി മാടവന കാട്ടാക്കുളത്തിന് സമീപമായിരുന്നു സംഭവം. ബിസിനസ് ആവശ്യത്തിനായി പണം വായ്പ വാങ്ങാനായി ആദ്യം പറവൂരിലും പിന്നീട് കോട്ടപ്പുറത്തും എത്തിയ ഡോക്ടർ ഇടനിലക്കാരനുമൊത്ത് കാറിൽ പോകുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായതെന്നാണ് അറിവ്. ഇവരെ പിന്തുടർന്ന 2 കാറുകളിൽ ഒന്ന് ഡോക്ടറുടെ കാറിലിടിച്ച് അപകടമുണ്ടാക്കി. തുടർന്ന് സംഘം ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അക്രമികൾ പിൻവാങ്ങുകയായിരുന്നു. ഡോക്ടറെ കൊട്ടേഷൻ സംഘം പിന്തുടർന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ഡോക്ടറുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനെ കുറിച്ചും വ്യക്തമായ വിവരം കിട്ടിയില്ലെന്നാണ് സൂചന. സംഭവത്തിന് പുറകിൽ കോടികളുടെ ഇടപാടുണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. അക്രമികൾ സഞ്ചരിച്ചിരുന്നതെന്ന് കരുതുന്ന ഒരു കാർ മഞ്ഞനപ്പള്ളിക്ക് സമീപത്തു നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട കാറിൽ നിന്ന് വലിയൊരു കഠാര പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഫോറൻസിക് പോലീസും പരിശോധന നടത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി.കെ. രാജു, സർക്കിൾ ഇൻസ്പെക്ടർ ബി.കെ. അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. വിദേശ മദ്യം ബൈക്കിൽ കൊണ്ട് നടന്ന് വിൽപ്പന നടത്തുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ സി.യു. ഹരീഷ് അറസ്റ്റ് ചെയ്തു. പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസ് ആണ് അറസ്റ്റിലായത്. ബൈക്കും ചാക്കിനുള്ളിലായി സൂക്ഷിച്ചിരുന്ന 29 കുപ്പികളിലെ 16 ലിറ്റർ മദ്യവും എക്സൈസ് പിടിച്ചെടുത്തു. 16 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പരിയാരം സ്വദേശി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. പരിയാരം സ്വദേശി ആന്റണി ഡേവിസ് എന്ന അന്തപ്പനാണ് ചാലക്കുടി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇരുചക്ര വാഹനത്തിൽ ആവശ്യക്കാർക്ക് മദ്യം എത്തിച്ചു കൊടുക്കുന്ന രീതിയിലാണ് പ്രതി സാധാരണ ചെയ്യാറുള്ളത്. 1-ാം തീയതി പ്രമാണിച്ച് ഇരുചക്ര വാഹനത്തിൽ മദ്യം വിൽപ്പന നടത്തുന്ന പ്രതിയെ ഞായറാഴ്ച രാവിലെ 16 ലിറ്റർ വിദേശ നിർമ്മിത മദ്യവുമായി എക്സൈസ് സംഘം പിടികൂടുകയായിരുന്നു. ഓണം പ്രമാണിച്ച് എക്സൈസ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായാണ് ചാലക്കുടി എക്സൈസ് സംഘം പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ പേരിൽ ഇതിനു മുൻപ് സമാനമായ 2 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു സ്പെഷ്യൽ ഡ്രൈവ്. പാർട്ടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അനീഷ് കുമാർ, പുത്തൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ.എൻ. സുരേഷ്, ജേസൺ ജോസ്, ശിവൻ, ഡ്രൈവർ മുഹമ്മദ് ഷാൻ എന്നിവരും പങ്കെടുത്തു. പ്രതിയെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, ചാലക്കുടി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം സ്വദേശി അഷ്കറിന്റെ ഉടമസ്ഥതയിലുള്ള സിത്താര ബോട്ടാണ് പിടിച്ചെടുത്തത്. നിയമപരമായ അളവിലല്ലാതെ കണ്ട 12 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 6800 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് ബോട്ടിലുണ്ടായിരുന്നത്. ജില്ലയിലെ തീരക്കടലിലും അഴിമുഖങ്ങളിലും വിവിധ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ M.F. പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക കോമ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായാണ് ബോട്ട് പിടിച്ചെടുത്തത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തുടർ നടപടികൾ പൂർത്തീകരിച്ച് 2,70,000 പിഴ സർക്കാരിലേക്ക് ഈടാക്കി. ഉപയോഗയോഗ്യമായ 5,468 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിച്ചിട്ടുള്ളതും പിടിച്ചെടുത്ത ചെറുമത്സ്യങ്ങളെ പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. FEO അശ്വിൻ രാജ്,
AFEO സംന ഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറീൻ എൻഫോഴ്സ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, സീ റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ്, ഷെഫീഖ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടർന്നും സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിൽ എല്ലാ ഹാർബറുകളിലും ഫിഷ് ലാൻഡിംഗ് സെന്ററുകളിലും സ്പെഷ്യൽ ടാസ്ക് കാർഡുകളുടെ പരിശോധന ഉണ്ടായിരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ KV സുഗന്ധകുമാരി അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. പുത്തൻവേലിക്കരയിൽ ചെണ്ടുമല്ലി ഓണവസന്തം. കണ്ണിനും മനസ്സിനും ചെണ്ടുമല്ലി പൂക്കളുടെ പൊൻവസന്തം ഒരുക്കിയിരിക്കുകയാണ് പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡായ കൈതച്ചിറ ഗ്രാമം. 25 സെന്റ് സ്ഥലത്ത് 3000 ചെടികളാണ് പറിക്കാൻ പാകമായ പൂക്കളായി നിൽക്കുന്നത്. പുത്തൻവേലിക്കര കൈതച്ചിറ ഗ്രാമത്തിലെ നിഖിൽ വർഗീസ്, ജസ്റ്റിൻ വർഗീസ്, ഡിക്സൺ പോൾ, ഡിവിൻ ബൈജു, TP അഖിൽ എന്നീ യുവാക്കളാണ് ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയവർ. ഇവരിൽ ഡിവിൻ ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫറും മറ്റ് 4 പേരും എഞ്ചിനീയറിംഗ് ബിരുദധാരികളുമാണ്. 25 സെന്റ് സ്ഥലത്ത് 3000 ചെടികളാണ് പറിക്കാൻ പാകമായ പൂക്കളായി നിൽക്കുന്നത്. മറ്റൊരു 20 സെന്റ് സ്ഥലത്ത് 2000 ചെടികളും പൂക്കൾ പറിക്കാൻ പാകമായി നിൽക്കുന്നു. ഒരു തൈക്ക് ₹1.25 നിരക്കിൽ 5000 തൈകൾ വാങ്ങി കൃഷിയിടം ഒരുക്കിയാണ് ഇവർ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഇതുവരെ ₹10,000 ചെലവായി. ആദ്യ വിളവെടുപ്പിൽ നിന്ന് ലഭിച്ച 13 കിലോ പൂക്കൾ കിലോയ്ക്ക് ₹70 പ്രകാരം ആലുവായിലെ പൂക്കടയിൽ കൊടുത്തു. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പൂക്കൾ എടുക്കരുതെന്ന് പൂക്കച്ചവടക്കാർക്ക് തമിഴ്നാട്ടിലെ കർഷകർ താക്കീത് നൽകിയതും പ്രതീക്ഷിക്കാതെയുള്ള മഴയും പൂക്കർഷകർക്ക് തലവേദനയായിട്ടുണ്ട്. സമ്പൽ സമൃദ്ധിയുടെ പൊന്നോണം അരികിലെത്താൻ ഇനിയുമുണ്ട് 2 ആഴ്ച. വിളഞ്ഞു നിൽക്കുന്ന പൂക്കൾക്ക് മഴയൊരു വില്ലനാണ്. സ്കൂളുകളും കോളേജുകളും മറ്റ് സംഘടനകളും സ്ഥാപനങ്ങളും ഓണം ആഘോഷിച്ചു തുടങ്ങിയത് മാത്രമാണ് തെല്ലൊരാശ്വാസം. മീഡിയ ടൈം, പറവൂർ. ഇനി നാട്ടിൽ നടന്നത്. കൊന്നക്കുഴിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ യുവാവ് മരിച്ചു. തണ്ടാപ്പള്ളി ആൻറ്റു മകൻ 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വീട്ടിൽ അരുൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. AIYF സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന 10 വീടുകൾക്കായി AIYF മാള മണ്ഡലം കമ്മിറ്റി ബിരിയാണി ചലഞ്ച് ഒരുക്കി. ചലഞ്ച് AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിൻ്റെ വിവിധങ്ങളായ ജില്ലകളിൽ നിന്ന് ഇപ്പോഴും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വീടും സ്വത്തും നഷ്ടപ്പെട്ട മനുഷ്യനെ കൂടെ പിടിക്കണം എന്നതിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വയനാട്ടിലേക്ക് ഒരു പുനരധിവാസം കൊണ്ടുവരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ യുവജന ഫെഡറേഷൻ 10 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുകയാണ്. മലയാളിക്ക് ചലഞ്ച് എന്ന പദം പരിചയപ്പെടുത്തി കൊടുത്ത യുവജന സംഘടനയുടെ പേരാണ് AIYF എന്ന്. മഹാപ്രളയവും കോവിഡും നിപ്പയും എല്ലാം സംഹാര താണ്ഡവമാടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവിധങ്ങളായ ചലഞ്ചുകളിലൂടെ പണം കണ്ടെത്തി കൈമാറിയ സംഘടനയാണ് AIYF. VS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആദ്യ ബിരിയാണി KV വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ എന്നിവർ ഏറ്റുവാങ്ങി. ബാബു MK, അരുൺ PV, ലിബിൻ പ്ലാക്കൽ, സുർജിത് KR, സച്ചിൻ സദാനന്ദൻ, അഭിലാഷ് PS, അഫ്സൽ KK, സനീഷ് പടിഞ്ചേരി, അതുൽ KS എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. സിനിമയിൽ അഭിനയിച്ച് കിട്ടിയ പ്രതിഫലം കൊണ്ട് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് പൊതുപ്രവർത്തകൻ. കുഴൂർ സ്വദേശി മൈത്ര മോഹനനാണ് താൻ പഠിച്ച കുണ്ടൂർ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും മധുരവും വിതരണം ചെയ്ത് മാതൃകയായത്. വാർഡ് മെമ്പർ സണ്ണി കൂട്ടാല, ഹെഡ് മിസ്ട്രസ് ശാന്ത, MA ജോജോ, ബീന നാരായണൻ എന്നിവർ സംബന്ധിച്ചു. പട്ടേപ്പാടം ശ്രീനാരായണ ധർമ്മ ട്രസ്റ്റ്, SNDP ശാഖായോഗം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. 1ാം ദിവസം പൂക്കള മത്സരം നടന്നു. യൂണിയൻ കൗൺസിലർ KS ബിനു മുഖ്യാതിഥിയായിരുന്നു. കമ്മിറ്റി അംഗം രാജൻ ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. വേണു പാലപ്പറമ്പിൽ സംസാരിച്ചു. സെപ്റ്റംബർ 15 തിരുവോണ നാളിൽ കായിക മത്സരങ്ങൾ, വടംവലി, സമ്മാനദാനം, ഓണക്കളി എന്നിവ നടക്കും. ഓണ സന്ദേശത്തെക്കാൾ എനിക്ക് പറയാനുള്ള ഒരു ജീവിത സന്ദേശം. കാരണം നിങ്ങളെ ഈ മേഖല നിർത്തുക തന്നെയെടുക്കുക. നമുക്കൊരു പൈതൃകം, ഒരു സംസ്കാരം,
പ്രത്യേകിച്ച് കേരളം. ആ പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഇപ്പോഴത്തെ യുവാക്കളോട് കടമയായിട്ട് വരുന്നത്. എനിക്ക് വളരെ സന്തോഷത്തോടെ ഇത്രയും കുട്ടികളെ കാണാൻ സാധിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു പൂക്കള മത്സരത്തിനും പിന്നെ വേറെ പരിപാടിക്ക് വരുള്ളൂ. സത്യമാണ്, ആണോ? അങ്ങനെ ആകും. അങ്ങനെ അല്ലാതിരിക്കുക. ഞങ്ങൾക്ക് ജീവിച്ചു വന്ന ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ കൗമാരവും ഞങ്ങളുടെ വിവാഹവും ഞങ്ങളുടെ ജീവിതമൊക്കെ ജീവിക്കുന്ന രീതിയിൽ ഞങ്ങളുടെയൊക്കെ ഒരു 55 വയസ്സായ ആളുകളാണ്. ആ ജീവിത രീതിയല്ല നിങ്ങളുടെ ജീവിതം. ഞങ്ങൾ പഴയ ആളുകളെയും പുതിയ ആളുകളെയും കണ്ട് സംസാരിക്കുന്ന ആളുകൾ. നാട്ടിക ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ ഫിനിക്സ് എന്ന ബോട്ടാണ് നാട്ടിക ബീച്ച് തെക്ക് നാഗയക്ഷി ക്ഷേത്രത്തിന് സമീപം കരയിലേക്ക് കയറിയത്. ഇന്ന് പുലർച്ചെ 3:30യോടെയാണ് സംഭവം. 14 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. സ്രാങ്ക് ഉറങ്ങിയതിനെ തുടർന്ന് ദിശ തെറ്റിയ ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പറയുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് വാർഡ് 1, കണ്ണിക്കുളങ്ങര വാർഡ് 7, മങ്കിടി എന്നിവയുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണിക്കുളങ്ങര പോസ്റ്റ് ഓഫീസ് മതിയത്തുകുന്ന് റോഡിൽ കാലവർഷക്കെടുതിയെ തുടർന്ന് റോഡിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് അപകടകരമായ അവസ്ഥയിൽ ഉപയോഗശൂന്യമായി. കണ്ണിക്കുളങ്ങരയിൽ നിന്നും മതിയത്തുകുന്ന് പരിസരത്തേക്കും മറ്റു സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരുടെ സഞ്ചാരപാതയായ റോഡ് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. ഇത് 2 വർഷം ഏതാണ്ട് ഇങ്ങനെ ഈ അപകടാവസ്ഥയിലായിട്ട് ഇങ്ങനെ എടുക്കുന്നത്. ഈ ഒരു സൈഡാണെങ്കിൽ ആകെ പൊളിച്ചിട്ടറിയുക, പൈപ്പ് വരും. അത് കാരണം ഈ വെള്ളം ഇതിലെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം എൻ്റെ വടിക്കൊക്കെ നേരെ വരിക. പിന്നെ അത് ഈ കുളത്തിൽ കൂടെ ഇങ്ങോട്ട് വരും. കുളം നിറഞ്ഞു വരും വർഷക്കാലം നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ. പിന്നീട് ഇതിലെ ഈ റോഡ് ഇവിടെ നേരത്തെ ഒരു ഗർത്തുണ്ടായിരുന്നു ടാറിങ് ചെയ്യുന്ന സമയത്ത്. അന്ന് ഞാൻ മെമ്പറെ വിളിച്ച് പറഞ്ഞ് ഓവയ്ക്ക് നല്ല ഓവ് വെച്ച് ശരിയാക്കുന്നുണ്ട്. മെമ്പർ പറഞ്ഞ് എന്നോട് മേടിച്ചു കൊടുക്കാൻ പൈപ്പ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പഞ്ചായത്ത് റോഡിന് ഞാൻ പൈപ്പ് മേടിച്ചു കൊടുക്കണേ, പഞ്ചായത്തേര് വയ്ക്കില്ലെന്ന് ചോദിച്ചു. അങ്ങനെ വന്നപ്പോൾ അവരോട്ട് സമ്മതിച്ചില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പാട്ട കഷ്ണങ്ങളൊക്കെ കൊണ്ട് വളച്ച് അന്ന് ഞാൻ ഈ പാട്ട കഷ്ണം എത്ര നാളുണ്ടാവും. ഈ 2 കൊല്ലം കഴിയുമ്പോൾ ഇത് തുരുമ്പെടുത്ത് പോകും, വീണ്ടും ഇവിടെ കുഴി വരും. അതിൽ നല്ല നിങ്ങൾ ഇപ്പോൾ തന്നെ നന്നാക്കി. അത് എൻജിനീയറുടെ അടുത്ത് പറഞ്ഞപ്പോൾ എൻജിനീയർ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് അടിയന്തരമായിട്ട് കുറച്ച് പൈസ പാസ്സാക്കി ഇത് ശരിയാക്കി കൊടുക്കണം. അപ്പോൾ മെമ്പർക്ക് അതിനുള്ള ഗഡ്സ് ഉണ്ടായില്ല. മെമ്പർ സ്ത്രീയായിരുന്നു. അവർക്ക് അതിനുള്ള ഇതുണ്ട്, ധൈര്യം തന്നെ ഇടമൊന്നും ഉണ്ടായില്ല. അവരോടെ എന്നോട് പൈപ്പ് മേടിച്ചു കൊടുക്കും. CPM കൊടകര ലോക്കൽ സെക്രട്ടറി പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നും 85 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയതിൽ കേസെടുത്ത് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടകര ടൗണിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, ഷാഫി കല്ലുപറമ്പിൽ, വിനയൻ തോട്ടാപ്പിള്ളി, പ്രനീല ഗിരീശൻ, രഞ്ജിത്ത് കൈപ്പിള്ളി, VR രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ടൗണിൽ നടന്ന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ CPM കൊടകര ലോക്കൽ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. BJP കൊടകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം BJP കർഷക മോർച്ച ജില്ലാ സെക്രട്ടറി VK മുരളി ഉദ്ഘാടനം ചെയ്തു. BJP കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് വാഴക്കാലി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, നേതാക്കളായ രഞ്ജിത്ത് കാടുവെട്ടി, KV ബാബു, സജിനി സന്തോഷ്, MK പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. കടലിലെ തിരമാലകളെ നീന്തി തോൽപ്പിച്ച് ഒരു യുവതി. കൊടകര കാവുന്തറ കൊത്തളത്തിൽ വിനോദ് ബിന്ദു ദമ്പതികളുടെ മകളായ ദേവികയാണ് ദേശീയ കടൽ നീന്തൽ മത്സരത്തിൽ വിജയം കൈവരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പുതുച്ചേരിയിലെ പോണ്ടി മെറീന ബീച്ചിലായിരുന്നു ദേശീയ മത്സരം. സ്വിമ്മിംഗ് മാരത്തോണിൽ 1/2 കിലോമീറ്റർ മത്സരത്തിൽ എലൈറ്റ് കാറ്റഗറിയിലാണ് ദേവിക ബെസ്റ്റ് ഫിനിഷറായത്. സ്കൂൾ പഠനകാലത്ത് മുതൽ നീന്തൽ പരിശീലിച്ച ദേവിക കേരളോത്സവത്തിലടക്കം നിരവധി സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുണ്ട്.
മാളയിലെ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ നീന്തൽ പരിശീലകയാണ് ഇപ്പോൾ. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, നാഷണലാണ്. ഇപ്പോൾ കുറച്ച് സെലക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ ഒരു 6 പേര് കേരളയുടെ ടീമായിട്ട് നമ്മളൊരു 6 പേര് പോയത്. ഞാനും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റുഡൻസായ ഒരു 3 പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരും കൂടി പോയിട്ടാണ് എല്ലാവർക്കും പ്രൈസോടെ തിരിച്ചു വരാൻ പറ്റി. അത് സീ സ്വിമ്മിങ് കോമ്പറ്റീഷനായിരുന്നു. അത് നാഷണൽ ലെവൽ പോണ്ടി മെറീന ബീച്ചിലായിരുന്നു നമുക്ക് ഈ കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നത്. ഒരു ഞായറാഴ്ച ആയിരുന്നു ഇതിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിരുന്നത്. അതിൽ ഉച്ചയോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും പ്രൈസും മെഡലും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. സംഘടിതരായി നിൽക്കുന്നവരെ സഹായിക്കുകയും അസംഘടിതരെ അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നതെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം കൊടകര യൂണിയൻ നിർമ്മിച്ച ആസ്ഥാന മന്ദിരം ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ദേവസ്വം സെക്രട്ടറി സന്തോഷ് അരയക്കണ്ടി, ശ്രീധരൻ ജയകുമാർ, ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, യൂണിയൻ ജനറൽ സെക്രട്ടറി KR ദിനേശൻ, PK പ്രസന്നൻ, KV സദാനന്ദൻ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, അനൂപ് KV ദിനേശൻ എന്നിവർ സംസാരിച്ചു. വെമ്പലൂർ സർവീസ് സഹകരണ ബാങ്ക് സഹകരണ സംരക്ഷണ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ഗുരുവായൂർ ഫർക്കി റൂറൽ ബാങ്ക് പ്രസിഡന്റും ഗുരുവായൂർ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ CA ഗോപപ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കരുവന്നൂരും കുട്ടനല്ലൂരും വെമ്പലൂരിൽ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ ജാഗ്രത വേണമെന്ന് ഗോപപ്രതാപൻ പറഞ്ഞു. യൂത്ത് ലീഗ് കയ്പമംഗലം നിയോജക മണ്ഡല സെക്രട്ടറി മൻസൂർ അത്താറത്തറ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് തിരുവിളക്കാവ് ദേവസ്വം വിദ്യാഭ്യാസ സഹായനിധി വിതരണം ചെയ്തു. ADGP P വിജയൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം പ്രസിഡന്റ് അരൂർ ദേവൻ അടിത്തിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹൻ വിദ്യാഭ്യാസ സഹായനിധി വിതരണം നിർവഹിച്ചു. ദേവസ്വം സെക്രട്ടറി AA കുമാരൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, വാർഡംഗം ശ്രുതി വിജിൽ, ചേർപ്പ് CNS സ്കൂൾ മാനേജർ KG അച്യുതൻ, പ്രോഗ്രാം കൺവീനർ PK ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്നം ചാരിറ്റബിൾ ട്രസ്റ്റ് ആലങ്ങാടിന്റെ ധനസഹായം ട്രസ്റ്റ് രക്ഷാധികാരി R പ്രഭാകരൻ നായരിൽ നിന്നും എറണാകുളം ജില്ലാ ADM വിനോജ് രാജ് ഏറ്റുവാങ്ങുന്നു. ട്രസ്റ്റ് ചെയർമാൻ കലാമണ്ഡലം ശ്രീകുമാർ, മാനേജിംഗ് ട്രസ്റ്റ് PB മുകുന്ദകുമാർ, ട്രഷറർ P രാജീവ്, അംഗങ്ങളായ മധുസൂദനൻ, ഗോപാലകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഓണത്തോടനുബന്ധിച്ച് പറവൂർ സഹകരണ ബാങ്കിൽ 25,000 രൂപ ഉത്സവകാല വായ്പ നൽകും. കുടിശ്ശികയില്ലാതെ 2 പേരുടെ ആൾജാമ്യത്തിൽ 1 വർഷ കാലാവധിയിലാണ് വായ്പ അനുവദിക്കുന്നത്. കൈത്തറി വസ്ത്രം വാങ്ങുന്നതിനായി 1000 രൂപയുടെ റിബേറ്റ് കൂപ്പൺ വാങ്ങുന്നവർക്ക് 2000 രൂപയുടെ വസ്ത്രങ്ങൾ ലഭിക്കും. തിങ്കൾ മുതൽ അപേക്ഷ നൽകും. അംഗകുടുംബത്തിന് 5 കിലോ സൗജന്യ അരി വിതരണം 7-ന് ആരംഭിക്കുമെന്നും പ്രസിഡന്റ് NS സുനിൽകുമാർ അറിയിച്ചു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU എറണാകുളം ജില്ലാ സമ്മേളനം പറവൂർ ടൗൺ ഹാളിൽ അഖിലേന്ത്യാ കൗൺസിൽ അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് യേശുദാസ് പറമ്പള്ളി അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് S ശർമ്മ, CITU ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ്, ജില്ലാ സെക്രട്ടറി PR മുരളീധരൻ, KD വേണുഗോപാൽ, PA ഹരിദാസ്, KK രമേശൻ, KA വിദ്യാനന്ദൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി TK ബാസുരാദേവി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹത. പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുള്ളത് പോലീസിനെ കുഴയ്ക്കുന്നു. വിദേശ മദ്യം ബൈക്കിൽ കൊണ്ട് നടന്ന് വിൽപ്പന നടത്തുകയായിരുന്നയാളെ ചാലക്കുടി എക്സൈസ് അറസ്റ്റ് ചെയ്തു. പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസ് ആണ് അറസ്റ്റിലായത്. മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറു മത്സ്യങ്ങൾ പിടിച്ച ബോട്ട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടികൂടി. എറണാകുളം സ്വദേശി അഷ്കറിന്റെ ഉടമസ്ഥതയിലുള്ള സിത്താര ബോട്ടാണ് പിടിച്ചെടുത്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.